കൊച്ചി നഗരസഭ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ പ്രധാനമായും ചെയ്തിട്ടുള്ളൊരു കാര്യം നഗരസഭയ്ക്ക് ആവശ്യമുള്ള ഏറ്റവും അത്യാധുനികമായ മെഷീനറികൾ വാങ്ങുക എന്നുള്ളതാണ്. ഇത് കേരളത്തിലെ തന്നെ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ രംഗത്ത് അടിസ്ഥാന സൗകര്യ മേഖലയിൽ ഒരു വലിയ മാറ്റം കൊണ്ടുവരാൻ ഞങ്ങളുടെ ഈ നിലപാട് കൊണ്ട് സാധിച്ചിട്ടുണ്ട് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അപ്പോൾ നമ്മൾ ആദ്യം പുറത്തിറക്കിയ സക്ഷൻ കം ജെറ്റിംഗ് മെഷീൻ വളരെ വിജയമായിരുന്നു. അതിപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനും കോഴിക്കോട് കോർപ്പറേഷനും സക്ഷൻ കം ജെറ്റിംഗ് മെഷീൻ വാങ്ങുകയാണ്. ഞങ്ങൾ തന്നെ ചെറിയ റോഡുകളിലേക്ക് പോകാൻ പറ്റുന്ന സക്ഷൻ കം ജെറ്റിംഗ് മെഷീൻ വാങ്ങിയിട്ടുണ്ട്. ഞങ്ങളുടെ കൗൺസിലർമാർക്ക്, പൊതുജനങ്ങൾക്ക്, മാധ്യമങ്ങൾക്ക്, ഹൈക്കോടതിക്ക് പോലും വളരെ നല്ല അഭിപ്രായമാണ് സക്ഷൻ കം ജെറ്റിംഗ് മെഷീൻ്റെ പ്രവർത്തനം കൊണ്ട് ഉണ്ടായത്. ഇപ്പോൾ നമ്മുടെ വീഡ് ഹാർവെസ്റ്ററിൻ്റെ പ്രവർത്തനം കുറച്ച് ദിവസമായി നടക്കുകയാണ്. ഇത് ഞങ്ങളുടെ മൂന്നാമത്തെ ഒരു മെഷീനറിയാണ്. അതാണ് നമ്മുടെ ടാർ പാച്ചിങ് മെഷീൻ. ഈ ടാർ പാച്ചിങ് മെഷീന് ₹1 പോലും നഗരസഭ സ്വന്തം ഫണ്ടിൽ നിന്നും പണം ചെലവഴിക്കുന്നില്ല. ഞങ്ങൾ സാധാരണഗതിയിൽ ഒരു വർഷം ഏതാണ്ട് 1,10,00,000 രൂപയോളം ഇങ്ങനെയുള്ള റോഡുകൾ ടാർ പാച്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. പക്ഷെ അതിനൊരു പ്രശ്നം, ഒരു കുഴി വന്നാൽ പിന്നെ അതിൻ്റെ എസ്റ്റിമേറ്റ് എടുത്ത് അത് എന്താണെന്ന് മനസ്സിലാക്കി ടെൻഡർ ചെയ്ത് അതിന് TS കൊടുത്ത് ടെൻഡർ ചെയ്ത് AS കിട്ടി ടെൻഡർ ചെയ്ത് വർക്ക് ചെയ്യാൻ വരുമ്പോഴത്തേക്കും മിക്കവാറും ആ കുഴി ഒരു 10 ആൾ താഴ്ചയുള്ള കുഴിയായി മാറും. ഇപ്പോൾ നിങ്ങളിത് കണ്ടു, വളരെ വേഗതയിൽ നമ്മുടെ പഴയ കാലത്തിൽ നിന്നും വ്യത്യസ്തമായി നിസ്സാര മിനിറ്റുകൾക്കുള്ളിൽ ഒരു കുഴി അടയ്ക്കാൻ അവർക്ക് കഴിയുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ഒരു ദിവസം ഞാൻ മനസ്സിലാക്കുന്നത് ഈ മെഷീനറി ശരിയായ നിലയിൽ പ്രവർത്തിച്ചാൽ ഒരു ദിവസം ഒരു 50,000 രൂപ നഗരസഭ ചിലവാക്കുന്ന അത്രയും വർക്ക് അവരിപ്പോൾ അത്രയും M² വർക്ക് അവർ ഈ കുഴിയടക്കൽ പ്രോസസ്സിലൂടെ നടത്തുന്നുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 30 ദിവസം അവർ തീരുമ്പോൾ സ്വാഭാവികമായും ഏതാണ്ട് ഒരു 10-15 ലക്ഷം രൂപ, അതാണ് ഞാൻ പറഞ്ഞത്, ഒരു 1.5 കോടി, നമ്മൾ മഴക്കാലമൊക്കെ മാറ്റി നിർത്തിയാൽ ഒരു 1.5 കോടി രൂപയുടെ വർക്ക്, അതും 1.5 കോടി രൂപ അങ്ങനെ ചിലവഴിക്കുമ്പോൾ ഒരു 3 കോടി രൂപയുടെ ലാഭം വേറെയും കോർപ്പറേഷൻ ഉണ്ടാവും. ഇതിൻ്റെ മുഴുവൻ പൂർണ്ണമായ മെയിൻ്റനൻസും ഇത് സപ്ലൈ ചെയ്യുന്ന കമ്പനി തന്നെയാണ് ചെയ്യുന്നത്. ഞങ്ങളിത് അതല്ലാതെ വാങ്ങിക്കഴിഞ്ഞാൽ സ്വാഭാവികമായി ഇതിന് എന്തെങ്കിലും റിപ്പയർ വന്നാൽ അത് നമ്മളെ ബാധിക്കും. ഇപ്പോൾ ഇത് നടത്തുന്നത് എത്ര ദിവസമാണ് വർക്ക് ചെയ്യുന്നത് അതനുസരിച്ചിട്ടാണ് അവർക്ക് പേയ്മെൻറ്റ് പോകാൻ പോകുന്നത്. അപ്പോൾ ഒരു കാരണവശാലും വർക്ക് മുടങ്ങാതിരിക്കാനുള്ളൊരു ശ്രദ്ധ അവരുടെ ഭാഗത്തുനിന്ന് കൂടി ഉണ്ടാകും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങളിപ്പോൾ ഇന്ന് വന്ന് കണ്ടിട്ട് ഞങ്ങൾക്കിത് വളരെ, ഞങ്ങളെല്ലാവരും പണ്ട് മുതലേ ടാറ് അടയ്ക്കുന്നത് നിങ്ങളും കണ്ടിട്ടുണ്ടാവും, കുഴി അടയ്ക്കുന്നത്. ഒരാൾ വന്ന് പൊടിയൊക്കെ അടിച്ച് തൂർത്ത് പിന്നെ അത് ഒരു സ്ഥലത്ത് പോയി മെറ്റൽ കൊണ്ടുവന്ന് ഇട്ട് പിന്നെ അത് ഒന്നൊരു ചൂല് കൊണ്ടടിച്ച്, ഇതിനെല്ലാം പകരം നിസ്സാര നേരം കൊണ്ട് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നു എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇത് രാത്രിയാണ് നമ്മൾ സ്റ്റേഡിയം ലിങ്ക് റോഡ് ചെയ്യാൻ തീരുമാനിക്കുന്നത്. ഇനി ഞാൻ വിശ്വസിക്കുന്നത് ഈ ടാർ പാച്ച് മെഷീൻ മറ്റെല്ലാ കോർപ്പറേഷനും വാങ്ങും, എല്ലാ മുനിസിപ്പാലിറ്റികളും വാങ്ങും. അതുകൊണ്ട് കൊച്ചി ഒരു വൈബുള്ള സിറ്റിയാണെന്നാണ് എല്ലാവരും പറയുന്നത്. കൊച്ചി അങ്ങനെ എപ്പോഴും ഒരു ട്രെൻഡ് സെറ്ററായി മാറട്ടെ എന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായം.